ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി. മഹാദേവന്റെയും പാർവതി ദേവിയുടെയും ഓമനപുത്രനായ ഗണപതി ഭഗവാന്റെ ജന്മദിവസമാണ് വിനായക ചതുർത്ഥി. വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട്. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ അറിവിന്റെയും സമൃദ്ധിയുടെയും ദേവനായ ഗണപതി ഭഗവാന് തന്റെ ഭക്തർ ഒരു വിരുന്നു നൽകി. ഉണ്ണി ഗണപതി തന്റെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ആസ്വദിച്ച് കഴിച്ചു, പ്രത്യേകിച്ച് മോദകം. അങ്ങനെ എല്ലാം കഴിച്ച് വയറു നിറഞ്ഞ് സംതൃപ്തനായ ഉണ്ണി ഗണപതി തന്റെ വാഹനമായ മൂഷികന്റെ മുകളിൽ കയറി കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു. പക്ഷെ ഭാരമുള്ള വയറു കാരണം കൈലാസത്തിന് മുൻപിലെത്തിയപ്പോൾ മൂഷികന്റെ കാലിടറി ഗണപതി താഴെ വീണു. താഴെ വീണത് ആരെങ്കിലും കണ്ടുവോ എന്നറിയാൻ ഉണ്ണി ഗണപതി ചുറ്റിലും നോക്കി. ആരും കണ്ടില്ലെന്നോർത്ത് സമാധാനിച്ച് എഴുന്നേറ്റപ്പോൾ അതാ ചന്ദ്രൻ മേലെ ഇരുന്ന് കുടുകുടാ ചിരിക്കുന്നു. പൊതുവെ ജ്ഞാനത്തിനും ശാന്തതയ്ക്കും പേരുകേട്ട ഗണേശൻ പരിഹസിക്കപ്പെടാൻ തയ്യാറായില്ല. കോപിഷ്ഠനായ ഗണപതി ഭഗവാൻ, ഇന്നേ ദിവസം നിന്നെ കാണുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാവട്ടെ എന്ന് ചന്ദ്രനെ ശപിച്ചു. അതുകൊണ്ട് തന്നെ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നവർക്കെല്ലാം ആ വർഷം ദുഷ്പേര് കേൾക്കും എന്നാണ് വിശ്വാസം. എന്തിനധികം പറയുന്നു, ഭഗവാൻ കൃഷ്ണന് വരെ ഈ ശാപം ഫലിച്ചിട്ടുണ്ട്. ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കണ്ടതിനാൽ കൃഷ്ണന് സത്രാജിത്തിനെ കൊന്ന് സ്യമന്തകമണി മോഷ്ടിച്ചു എന്നൊരു ദുഷ്പേര് കേട്ടു എന്നൊരു കഥയുമുണ്ട്. അതിനാൽ വിനായക ചതുർത്ഥി ദിവസം ആരും ചന്ദ്രനെ ദർശിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്.